ഹലോ, എല്ലാവർക്കും OCM മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇവര് മാച്ച് ആൻഡ് മാച്ച് ആണ് കേട്ടോ. പിങ്ക് ഒരേ ഡ്രസ് അല്ലേ? അതെ അതെ, ഞങ്ങൾ ഇന്ന് യൂണിഫോം ഒക്കെ ഇട്ട് വന്നേക്കും കേട്ടോ. യൂണിഫോം ഡ്രസ്സിലാണ് കേട്ടോ രണ്ടുപേരും. ഇന്ന് ഞങ്ങളോട് വന്നേക്കണതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഞങ്ങള് എന്താ എന്ത് നിമിഷം കളിക്കാൻ വന്ന ഹൂ നോസ് മീ ബെറ്റർ കേട്ടോ. അമ്മ അത് തന്നെ അമ്മ പറയാം, അതൊന്ന് പറഞ്ഞ നാക്ക് കൊടുക്കും. അതുകൊണ്ട് അത് തന്നെ ഹൂ നോസ് മീ ബെറ്റർ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ പറയാ, പെട്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കും, അതായത് നിമിഷയോടും അമ്മയോടും മാറി മാറി ഞാൻ ചോദിക്കും. അത് ഒരേ ചോദ്യമായിരിക്കും. അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവർ എത്രമാത്രം കറക്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം അല്ലെ അമ്മ? നിമിഷം റെഡിയാണോ? എന്നെ പറ്റിയാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് നടുക്കൊന്നിരിക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ സാധാരണ വീഡിയോസിലൊന്നും വരാറില്ല. ഇന്ന് ഈ വീഡിയോ ആയതുകൊണ്ട് ഞാൻ വീഡിയോക്കകത്ത് നടുക്കൊന്നിരിക്കുന്നുള്ളൂ. ആർക്കൊന്നും തോന്നരുത്. ആരെങ്കിലും ഒരാളെ യൂണിഫോം ഇട്ട് പരാജയപ്പെടും, അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം കേട്ടോ. അപ്പൊ ആരും ജയിക്കുന്നത് നോക്കട്ടെ. പോയിന്റ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും പോയിന്റ് ഉണ്ട്. ജയിക്കുന്ന ആൾക്കൊരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗെയിമോട് തുടങ്ങുകയാണ്. ഞാൻ ആദ്യം ചോദിക്കാം, എന്നിട്ട് അമ്മ എഴുതുവാണോ അതോ പറയുവാണോ? ഞങ്ങൾ രണ്ടുപേരും കേൾക്കിയല്ലേ, ഞങ്ങൾ എഴുതിക്കോളാം. എഴുതിക്കോ. ഇവനെ എങ്ങനെ മറിഞ്ഞിരിക്കുമ്പോ ഞാൻ എങ്ങനെ കോപ്പി അടിക്കും? അമ്മ അതിനിടയ്ക്ക് എനിക്കിട്ട് വെച്ചല്ലോ അമ്മ. മമ്മിക്ക് അതിനൊക്കെ നല്ല കഴിയും. ഞങ്ങൾ യൂണിയെ വിളിക്കുമ്പോ മമ്മി ഏറ് കണ്ടിട്ട് നോക്കും. ചാച്ചന്റെ എല്ലാ കടും മമ്മിയോട് വെച്ചാൽ അങ്ങനെയൊക്കെ കളിക്കുമ്പോ എല്ലാരും അറിയാതെ നോക്കി പോയല്ലേ, അതൊരു സുഖ. അമ്മയുടെ കൂടെ ഊര് കളിക്കാൻ കുറച്ച് പാടുണ്ട്. അമ്മേനെ ഇച്ചിരി മാറ്റി ഇരുത്തണം, അല്ലെങ്കിൽ അമ്മ അടുത്തിരിക്കുന്ന ആളുടെ ദൂരെ കൊണ്ടിരുത്തണം അമ്മേനെ. അത് അമ്മ ടീമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, എതിർ ടീമുകാർക്ക് പണിയാണ്. ഏതായാലും ഞാൻ തുടങ്ങാൻ പോവുകയാണ്. മെറക്കൂട്ടനൊക്കെ നമ്മൾ ബാക്കിയിട്ടുണ്ട് കേട്ടോ. മെറക്കൂട്ടനൊക്കെ കണ്ടല്ലോ അല്ലെ? അവളെ ഞാൻ നേരത്തെ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ ഈ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ പിള്ളേരെല്ലാവരും നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കളർ. സിമ്പിൾ. തുടങ്ങിക്കോ അമ്മ. നിമിഷ എഴുതി കഴിഞ്ഞു പറയണേ. രണ്ടെണ്ണം എഴുതാവോ? ഇല്ല, ഒറ്റ കളർ എഴുതാവോ? അത് രണ്ടും ഇഷ്ടം. അതിൽ ഏത് എഴുതും ഇപ്പം? കഴിഞ്ഞോ അമ്മ? കഴിഞ്ഞോ? ആയിക്കോട്ടെ. ഓക്കെ, അമ്മ തന്നെ തുടങ്ങിക്കോ. അമ്മ ബ്ലാക്ക്. നിമിഷ ബ്ലൂ. ഈ രണ്ടും അവന് ഇഷ്ടാട്ടോ. ശരിക്കും എനിക്ക് രണ്ട് കളർ ഭയങ്കര ഇഷ്ടം. അപ്പം 2 പോയിന്റ് ഞാൻ തുല്യമായിട്ട് കൊടുത്തിരിക്കുന്നു. അമ്മ നിമിഷ ഓരോ പോയിന്റും ഞാൻ രണ്ടുപേർക്ക് തുല്യമായിട്ട് കൊടുത്തു. 2 കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര രസമാണ്. ഇപ്പൊ എല്ലാ ആണുങ്ങൾക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാന്ന് തോന്നണം അമ്മ. അതെനിക്കറിയത്തില്ല. ഇവൻ എത്ര ഡ്രസ്സ് മേടിച്ചാലും ഒന്നേ ബ്ലാക്ക് വന്നിരിക്കും, അല്ലെ ബ്ലൂ. ശരിയാ, ഒരു 8 എണ്ണം ഉണ്ടെങ്കിൽ 8ഉം ബ്ലാക്ക് അല്ലെ ബ്ലൂ ആയിരിക്കും. അതെ കേട്ടോ, ഞാനിപ്പോ ബ്ലൂവിലാണ് വന്ന് നിൽക്കുന്നത്. ബ്ലൂവിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ബ്ലൂ ആണോടാ? ഇത് ബ്ലൂ കളറാണ്. കാരണം 8 വർഷങ്ങളായി കാണാം, അതുകൊണ്ട് ബ്ലൂ മാറിയതായിരിക്കും. ഹോസ്റ്റലിൽ വന്നപ്പോ മേടിച്ച ഷർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷർട്ട്. അപ്പൊ ഓക്കെ, രണ്ടുപേർക്ക് ഓരോ പോയിന്റ് കിട്ടും. നിങ്ങൾ പോയിന്റ് എഴുതി വെച്ചോ കേട്ടോ, ഇപ്പൊ പോയിന്റ് മാറിപ്പോവല്ലേ. രണ്ടാമത്തെ ചോദ്യം, എന്റെ ഫേവറേറ്റ് ഫുഡ്. പെട്ടെന്ന് എഴുതിക്കോ. ഒരാൾ പാട്ട് പാടുന്നുണ്ട് കേട്ടോ അവിടെ. കഴിഞ്ഞോ നിമിഷം? എഴുതി കഴിഞ്ഞോ അമ്മ? എഴുതി കഴിഞ്ഞോ? നിമിഷം തുടങ്ങിക്കോ. എന്താ എഴുതിയത്? എനിക്ക് എന്റെ ഓർമ്മിച്ചാൽ ഇഷ്ടം പോലെ ഫുഡുകൾ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് പൊറോട്ടയും ബീഫും. ബിരിയാണി. എന്തമ്മേ? ബിരിയാണി. ഇവരെല്ലാം ഇഷ്ടം കേട്ടോ. ഏതാ ഇഷ്ടം ചോദിച്ചാൽ പറയാൻ പാടാ. ഇവരിഷ്ടമല്ലാത്ത ചോദിക്കാൻ ഞാൻ എഴുതാൻ എളുപ്പമുണ്ടായിരുന്നു. പാവയ്ക്കാത്തോരനും. ശരിക്കും എന്റെ ഇഷ്ട ഫുഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ട. എന്റെ ഇഷ്ട ഫുഡ് ശരിക്കും എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇന്ന ഫുഡ് എന്നൊന്നും ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ശരിയാ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ എഴുതും? ഞാൻ പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറച്ച് മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പൊ നീ ഇതിൽ ഒരെണ്ണം പറഞ്ഞോ. നിനക്ക് ഈ രണ്ടിൽ ഇഷ്ടമുള്ള ഒരെണ്ണം പറഞ്ഞു. ഈ രണ്ടിൽ എനിക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ബിരിയാണി ആയിരിക്കും കേട്ടോ. ശരി, ബിരിയാണി ആയിരിക്കും എനിക്കിഷ്ടം.
അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു പോയിന്റ് കേട്ടോ. ശരിക്കും എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടം. ഞാൻ ഒരു ഫുഡും അങ്ങനെ വളരെ കുറച്ച് ഫുഡല്ല ഞാൻ കഴിക്കാതിരിക്കത്തുള്ളൂ. സത്യം ഞാൻ പറഞ്ഞില്ലേ അവസാനം വരുന്ന പാവയ്ക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക, പൊരിക്ക, അങ്ങനത്തെ പച്ചക്കറികളൊക്കെ തീരെ ഇഷ്ടമല്ല. പനി ചെരിഞ്ഞു കിടന്നാലും കഞ്ഞി വേണ്ട. ഓക്കെ, അപ്പൊ പോയിന്റ് ഇപ്പൊ എത്ര അമ്മ? 4. അമ്മക്ക് 4, നിമിഷയ്ക്ക് എനിക്ക് 2. ഓക്കെ, അമ്മ കേട്ടോ മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ചോദ്യം ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. എന്റെ വയസ്സ് എത്രയാണ്? അത് കൂട്ടി പറയുന്ന അവസരമുള്ളടാ. ഞാൻ പറയാം 32. നിന്നോട് പറയാനല്ല, എഴുതാനാ പറഞ്ഞേ. അപ്പൊ എനിക്ക് എളുപ്പമായി. പക്ഷെ തെറ്റിച്ച് പറഞ്ഞു. പക്ഷെ 32 പോയിന്റ് കൊടുത്തു. അമ്മക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. 2024 അതെ, ഈ വർഷം 33 ആവും. അതാ പറഞ്ഞേ 33. അതൊക്കെ ഞാൻ പറയില്ല കേട്ടോ. എഴുതി കഴിഞ്ഞു 30. അമ്മ ആലോചിച്ച് ഉത്തരം പറ. 32 കഴിഞ്ഞു. 32 കഴിഞ്ഞാ 33 എന്നാ പറയുന്നേ. ഓക്കെ, 32 വയസ്സാണ് കേട്ടോ കറക്റ്റ്. അതിൽ ഞാൻ നിമിഷയ്ക്ക് പോയിന്റ് കൊടുക്കും. നിമിഷയ്ക്കല്ല, ശരിക്കും അമ്മയ്ക്കാ പോയിന്റ് കൊടുക്കണ്ട. നിമിഷ നീ വിളിച്ചു പറയാനാരോ പറഞ്ഞേ? വിളിച്ചു പറയാനാരോ പറഞ്ഞേ? ഇത് എഴുതേണ്ട ഗെയിം ഇത് എഴുതേണ്ട ഗെയിം. 33 സെപ്റ്റംബറിലാവും. വേണ്ട, ഞാൻ ചോദ്യം ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ചോദ്യം മാറ്റിട്ടോ. അടുത്ത ചോദ്യം കേട്ടോ. നിമിഷയ്ക്ക് 2 പോയിന്റ് അല്ലേ? അമ്മയ്ക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചാണോ അതോ ഹിൽ ടോപ്പ് ആണോ? ബീച്ചാണോ എനിക്കിഷ്ടം അതോ ഹിൽ സ്റ്റേഷൻ ആണോ എനിക്കിഷ്ടം? അമ്മ കഴിഞ്ഞ അമ്മ പറ. ഹിൽ ടോപ്പ്, ബീച്ച്. ഹിൽ ടോപ്പ് ആണ് കേട്ടോ എനിക്കിഷ്ടം. അവന് ടാസ്മാനിയ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ കൂടുതലും ഹിൽ ടോപ്പ്. ബീച്ച് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഹിൽ ടോപ്പ് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലല്ല, എനിക്ക് ശരിക്കും ഇഷ്ടം ഹിൽ ടോപ്പ് ആണ്. ആ ഒരു പ്രകൃതി ഭംഗിയും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച് എനിക്ക് ഇഷ്ടമാണ്, അല്ലാന്നുള്ളതല്ല. നമ്മൾ ഒത്തിരി എന്താ പറയാ കാണാതിരിക്കുമ്പോൾ ഇടയ്ക്കൊന്നും പോയി ബീച്ച് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ ബീച്ചിന്റെ അടുത്ത് ജീവിക്കണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കണമെന്നല്ല ഇഷ്ടമാണ്. ഹിൽ ടോപ്പ് എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും. നിമിഷയ്ക്ക് പോയിന്റ് ദേഷ്യമാണ് കേട്ടോ. അമ്മയ്ക്ക് സമയമുണ്ട്. അമ്മയ്ക്ക് എത്ര പോയിന്റ്? ഇപ്പൊ 5. 5. നിമിഷയ്ക്ക് 2 തന്നെ നിൽക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് പേഴ്സൺ ആണോ? അതിന്റെ അർത്ഥം എന്നാ? അർത്ഥം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം, രാവിലെ നേരത്തെ എണീക്കുന്ന ആളാണോ അതോ രാത്രി വൈകി കിടന്നുറങ്ങി? മനസ്സിലാക്കാൻ അമ്മയ്ക്ക്? നേരത്തെ എണീക്കുന്ന ആളാണോ താമസിച്ച് എണീക്കുന്ന ആളാണോ? അതാണ് അതിന്റെ ഒരു സാരാംശം. അത് ഒത്തിരി നേരം രാത്രി ഇരിക്കാനാണോ ഇഷ്ടം? മോർണിംഗ് അതോ രാവിലെ എഴുന്നേൽക്കുന്നതാണോ? പറയട്ടെ, എനിക്കൊന്നും കൂടെ മനസ്സിലായില്ലത്. അമ്മ, ഞാൻ ചില ആൾക്കാർ രാവിലെ 4 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് നേരത്തെ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റ്. അമ്മേനെ ഇപ്പൊ പറഞ്ഞ് ഞാൻ താമസിച്ചെണീക്കാനാണ് ഇഷ്ടം. ഞാൻ നൈറ്റ് പേഴ്സൺ ആണ്. നൈറ്റിൽ കൂടുതൽ നേരം നമ്മുടെ ഇടയ്ക്ക് സ്പെൻഡ് ചെയ്ത് സിനിമയൊക്കെ കണ്ട് മാക്സിമം താമസിച്ചുറങ്ങാവോ അങ്ങനെ ഉറങ്ങി ഏറ്റവും താമസിച്ചെഴുന്നേക്കാം. അതാണ് ചൈൽഡ്. കറക്റ്റ് ആണോ? ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. എനിക്ക് രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ദേഷ്യമുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റായിട്ട് എണീക്കാന്നുള്ളതല്ല കേട്ടോ. അപ്പം രാവിലെ 7 മണിക്ക് മുന്നേ എണീക്കാന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെയുള്ള ഷിഫ്റ്റുകളാണെങ്കിൽ ഞാൻ മാക്സിമം അത് മാറ്റാറുണ്ട്. എനിക്ക് ഒരു 7-7:30 കൂടിയൊക്കെ എണീക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കംഫർട്ടബിളോ ഭയങ്കര നേരത്തെ എണീക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് കൂടുതൽ പോകത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അതെ, ഉറങ്ങിക്കൊണ്ട് നല്ല ഉറക്കത്തിൽ ഇവനെ വിളിച്ചേപ്പിക്കാവോ? ഒരു രക്ഷയില്ല കേട്ടോ. എന്തോരം വിളിച്ചാലും അവന് ടേക്കോ ഇല്ല. അടുത്ത ചോദ്യം കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ് കിട്ടിയല്ലേ? അടുത്ത ചോദ്യം, എന്റെ നാളെ ഏതാണ്? എന്റെ നാളെ ഏതാണ്? പറയട്ടെ. എഴുതി കഴിഞ്ഞോ നിമിഷ? ഞാൻ പറയാം. പറഞ്ഞു. മകം. എന്റെ നാള് കാർത്തിക. എന്റെ നാളെ ഒരു രസമുണ്ട് കേട്ടോ. ഇവനുണ്ടായ അന്ന് കലണ്ടറില് കാർത്തികയുണ്ട്, രോഹിണിയുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ നാള് ഇങ്ങനെ നോക്കാനും ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് സത്യത്തിൽ നാളെ ഏതാണെന്നൊന്നും
രോഹിണിയാണോ കാർത്തികയാണോ ഒന്നും ഇന്നും തീരുമാനമായിട്ടില്ല. അതെ, ഞങ്ങള് കാർത്തികയാന്ന് ചാച്ചന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അല്ല അത് അത് ഞാൻ പറയാം. അത് സംഭവം എന്ന് വെച്ചാൽ കാലണ്ടറിൽ അത് അമ്മയ്ക്ക് നോക്കാൻ അറിയത്തില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. അത് പിന്നീടാണെങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നാളെ ഇങ്ങനെ ആ ബാക്ക് ഡേറ്റ് ആയിട്ട് ആ വർഷത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം 11 മണി വരെ കാർത്തികയും അതിനുശേഷം രോഹിണിയാണ് അല്ലമ്മ. അന്നൊരു ശ്രീകൃഷ്ണ ജയന്തി കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ ജനിച്ചന്നൊരു ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. എന്താ പറയാ, അപ്പൊ അന്ന് 11 രാവിലെ 11 മണി, ഞാൻ രാവിലെ അല്ല ജനിച്ചത്, 6:30. അപ്പോൾ 91 സെപ്റ്റംബർ ആണ് കേട്ടോ. സെപ്റ്റംബർ 1 ഞാൻ ഉണ്ടായത്. അപ്പം അന്ന് നിങ്ങൾ കലണ്ടർ നോക്കിയാലും അറിയാൻ പറ്റും. രാവിലെ കാർത്തികയും ഉച്ചയ്ക്ക് രോഹിണിയാണ്. മക എവിടുന്ന് വന്നറേ? മകൻ പറഞ്ഞ മങ്കിയല്ലേ അന്ന് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ രോഹിണിയാന്ന് ഓർത്തോണ്ടിരുന്നു. പിന്നെ ചാച്ചന്റെ ഒരു കൂട്ടുകാർ ഇങ്ങനെ അറിയാവുന്നവർ പറഞ്ഞു അല്ല കേട്ടോ കാർത്തികയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ കാർത്തിക പറയാൻ തുടങ്ങിയത്. ഇവനുണ്ടായ അന്ന് അഷ്ടമി രോഹിണി അല്ലായിരുന്നതാ. ഇവന് നമ്മളന്ന് പിള്ളേരുണ്ടാകുന്നതിന് മുമ്പ് പിള്ളേർക്ക് ഡ്രസ്സൊന്നും കരുതാൻ പാടില്ല, ചെറിയ പഴന്തുണിയൊക്കെ അല്ലാതെ മുണ്ട് അങ്ങനെ കൊണ്ടുപോകുണ്ടായിരുന്നുള്ളൂ. ഇവനുണ്ടായിരുന്നു ആ ഒറ്റ ദിവസത്തേക്ക് ഇവന് ഒറ്റ കടകളും ഇല്ലായിരുന്നു. ഇവന് ഉടുപ്പ് കിട്ടിയില്ല. ഇവര് അന്ന് ഒറ്റ ദിവസം ഇവരെ തുണി പൊതിഞ്ഞ് പിന്നെ ആ സിസ്റ്റർ അനുസരിച്ച് ഒരു തുണിയുടെ അവിടെ 2 ഓട്ട കൈ ഇടാൻ വേണ്ടി 2 ഓട്ടയൊക്കെ ഉണ്ടാക്കി ആ ഉടുപ്പൊക്കെ ഇടിയിച്ചോട്ടോ അവനെ അന്ന് കിടത്തി. അത്രയ്ക്ക് ഭാഗ്യമില്ലായിരുന്നല്ലോ എനിക്ക്. അതല്ല, അതൊക്കെ ഒരു ഭാഗ്യത്തിന് തുടക്കമായിരുന്നടാ. അതെ, അപ്പം അതാണ് കേട്ടോ. നാള് മകമല്ല കാർത്തികയാണ്. അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. എൻ്റെ ടീഷർട്ടിന്റെ അല്ലെങ്കിൽ എൻ്റെ ഷർട്ടിന്റെ സൈസ് എത്രയാണോ? എഴുതിയ നിമിഷം എഴുതിയോ? അമ്മ എഴുതിയമ്മേ? 44 അല്ലെങ്കിൽ 4XL. 44 അല്ലെങ്കിൽ 4XL? 44 നിമിഷം. XXL. ഇവിടുത്തെ XXL 3XL. XXL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ 44 ആണെന്ന് എനിക്ക് തോന്നുന്നു അമ്മ, അല്ലേ? XXL 44 ആണ്. അല്ല 46 ആണോ അച്ഛാ? എന്റെ 44 ആണല്ലേ സൈസ്. 44 46 രണ്ടും മാറി മാറി വരും. നിമിഷം എഴുതിയത് XXL. ഇവിടെ എല്ലാം സൈസ് വലുതാ. XXL എന്ന് പറഞ്ഞാൽ നല്ല വലിയ സൈസ് കിട്ടുക. അതെ അതെ. എന്താണെങ്കിലും 2 ശരിയാണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ്. 2 പേർക്ക് 1 പോയിന്റ്. നിമിഷക്ക് എത്ര പോയിന്റ് ആയി? എനിക്ക് എണ്ണണം ആണോ? 5 പോയിന്റ്സ് ആണ്. അമ്മയ്ക്ക് എത്ര പോയിന്റ്? 8 പോയിന്റ്. അപ്പൊ ഇനിത് 2 ചോദ്യങ്ങളുള്ളൂ കേട്ടോ. 2 ചോദ്യങ്ങളുള്ള. അപ്പൊ പിന്നെ നിമിഷം ജയിക്കത്തില്ല. അപ്പൊ അത് 2 ചോദ്യങ്ങളുള്ളൂ കേട്ടോ. നിമിഷം മിക്കവാറും തോക്കാനുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് ചോദ്യം, ഞാൻ ഏറ്റവും അധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണോ ഇന്ത്യയിലാണോ? 2 പേരും ചാടി എഴുതാൻ തുടങ്ങിയല്ലോ. ഇന്ത്യ കറക്റ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലാണ് ഞാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇന്ത്യയിലിരിക്കുമ്പോഴാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇന്ത്യയാണ് അല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യയിൽ പോണതും ഇന്ത്യയിലെ താമസവും വീടും നാടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നമ്മുടെ ദിലീപ് സിനിമയിൽ പറയുന്ന പോലെ, പട്ടണത്തിൽ സുന്ദരനും പറയുന്ന പോലെ, നമ്മുടെ നാടും ആ റേഷൻ കടയും പഴയ സൈക്കിളും ഞാൻ അതിൻ്റെ ആളാണ് കേട്ടോ. നൊസ്റ്റാൾജിയ അല്ലേ നൊസ്റ്റാൾജിയ. എനിക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ജീവിക്കുന്നു, അത്ര ഉള്ള കേട്ടോ. എന്നാലും പക്ഷെ നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്ത് നാട്ടിൽ പോയി സെറ്റിൽ ആവാനാണ് എനിക്ക് ഇഷ്ടം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞു എന്നാലും നിമിഷം ഇതുവരെ സംഭവിച്ചിട്ടില്ല. നിമിഷം ഞങ്ങൾ റിട്ടയർമെന്റിന് ശേഷം നിമിഷം ഇവിടെ ആയിരിക്കും, ഞാൻ അവിടെ ആയിരിക്കില്ല. ഞങ്ങള് അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. അത് വഴിയെ ഞങ്ങൾ അറിയിക്കുന്നതാണ് അല്ലേ നിമിഷം? അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ഏതായാലും അമ്മ തന്നെ ജയിച്ചല്ലോ. അമ്മ ജയിച്ചെന്ന് ഉറപ്പാണല്ലേ? ചോദ്യം ചോദിക്കാം. എൻ്റെ 10ലെ പെർസെൻറ്റേജ്. നിമിഷേനെ തോപ്പിക്കാൻ ഞാൻ മനഃപൂർവ്വം എഴുതിക്കൊണ്ടത്. ഇല്ലില്ല, ഇത് താനാണ്. നീ തോറ്റു മതിയായില്ലേ നിനക്ക്? ഒരു ചോദ്യത്തിന് മകന്ന നാള് അത് പറഞ്ഞോളാം. കുറച്ച് ചോദ്യം കൂടെ ചോദിക്കാൻ. എഴുതിയോ? 74. അയ്യേ, നീ ഇങ്ങനെയാണ് എന്നെ കണ്ടേക്കുന്നത്. അമ്മ പറഞ്ഞു. അമ്മ പൊക്കി വെച്ചു, ഭാര്യ താത്തി വെച്ചു. ഇല്ല, 2 പേർക്കും പറ്റില്ല. ചാച്ചൻ പറഞ്ഞു തെറ്റ്, പൊട്ട തെറ്റ്. 83.4 ആണ് എൻ്റെ പെർസെൻറ്റേജ് 10ലെ CBSE മാർക്ക് കേട്ടോ. 83.4. ഇത്തിരി ഉണ്ടായിരുന്നു. ബോവിന് എൻ്റെ ചേട്ടനായിരുന്നു 89.
ചേട്ടനാണ്. അല്ല ചേട്ടന് +2 ആയിട്ടാണ്, 10th അത്ര ഇല്ല, നമ്മൾ ഓർക്കുന്നില്ല. 10th അവന് 7 കൂരില്ല, അങ്ങനെ അവനേക്കാളും കൂടുതലാവുന്നത് എനിക്ക് ചെയ്തത്. എൻ്റെ +2 മാർക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് ആരും പറയണ്ട. ഇല്ല ഇത് മതി, ധാരാളം മതിയില്ലേ, വേണ്ട ഇത്ര മതി. അപ്പൊ ഞാൻ അമ്മേനെ വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയായിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇവനെ 32 വർഷത്തെ പരിചയമുണ്ട്. നിമിഷയ്ക്ക് വെറും 4 വർഷത്തെ പരിചയം. അപ്പൊ എനിക്കറിയാവുന്ന പോലെ ഏതൊക്കെയാലും നിമിഷയ്ക്ക് പരിചയം അത്ര അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ജയിച്ചു എന്നൊന്നും ഞാൻ ഒരിക്കലും പറയല കേട്ടോ. ശരി, ഞാൻ അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പ്രൈസ് മണിയായിട്ട് കൊടുക്കാനിരുന്ന $500 നിമിഷയ്ക്ക് കൊടുക്കാൻ പോകും. സന്തോഷത്തോടെ അംഗീകരിച്ചേക്കുന്നു. കാരണം 32 വർഷമായിട്ട് നിമിഷം ഇത്ര ശരിയാക്കില്ലേ, 2 നല്ല തെറ്റിപ്പോയിട്ടുള്ളൂ. ഞാൻ നോക്കിയാൽ അങ്ങനെയല്ല, ഇതിപ്പോ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് 4 വർഷമായുള്ള നിമിഷ, അപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, നിമിഷം മിടുക്കി. അപ്പൊ എന്താ പറയാ, ഞങ്ങളൊരു ചെറിയ ഹൂനോസ്മി ബെറ്ററാണ് കേട്ടോ. അതിൽ അമ്മ ജയിച്ചെങ്കിലും നിമിഷയും അടിപൊളിയായിട്ട് രണ്ടുപേരും ജയിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പ്രോത്സാഹന സമ്മാനം തരാം കേട്ടോ. ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജയിച്ചിരിക്കുന്നു. അതെ, സമ്മാനം ഞങ്ങള് അമ്മ സമ്മാനം നമ്മള് ഉടനെ തരണോ അതോ വരും ദിവസങ്ങളിൽ? വേണ്ട, ഇവരെ കാണാൻ തരണം, അല്ലെ ഇവൻ തരികയല്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വേണം, ഇവൻ പറ്റിച്ചാലോ. സമ്മാനം ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. നിമിഷം ഇന്നും വാങ്ങിച്ചോണ്ട് വന്നോ കേട്ടോ, ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ നിമിഷം സമ്മാനം ഉണ്ടാവില്ലല്ലോ. അടുത്ത് വാ, അമ്മക്ക് വേണ്ടാത്ത പോലെ അമ്മ എന്റെ പോക്കറ്റിലേക്ക് ഞാൻ ശരിക്കും തന്നേക്കാം. അമ്മ നമുക്ക് ഒരു സമ്മാനം. അമ്മ വിജയിച്ചിരിക്കുന്നു കേട്ടോ. ഇതിലും വലിയ സമ്മാനം അമ്മക്ക് കിട്ടാനുണ്ടോ അമ്മ? ഇതില്ല, ഒരിക്കലും ഇല്ല. പോക്കറ്റ് കഴിഞ്ഞപ്പോ ഞാൻ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നാട്ടിക്കല്ലേ, ഞാൻ സമ്മാനം പ്രതീക്ഷിച്ചില്ല സത്യമായിട്ട്. ഞാൻ സമ്മാനം അമ്മയ്ക്ക്, ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ സമ്മാനം വേണം, ഞങ്ങൾ ഒരുപോലെ ജയിച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഞാൻ നല്ലൊരു ഗിഫ്റ്റ് രണ്ടുപേർക്കും കൊടുക്കും. എന്താണേലും എന്താ പറയാ, അല്ല എനിക്കുള്ളതല്ല ഇവനല്ലേ. ആണോ അമ്മ? ഇവൻ തിരിച്ചു പറയുന്നത് ചാച്ചൻ പറയണം, ചാച്ചനാണ് കനം കൂടുതലും അമ്മ. എന്താണേലും അത് ശരിയാട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും കൂടെ ഉള്ളത്. അതെ, എന്നെ ഉണ്ടെങ്കിലും എല്ലാവർക്കും കൂടെ ഉള്ളതാട്ടോ. എനിക്ക് അവനെ ഇവനൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഒന്നുപോലെ, എല്ലാവരും ഒന്നുപോലെ ഇതുപോലെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ. അതെ, അപ്പൊ എന്താ പറയാ, ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഹൂ നോസ് മീ ബെറ്റർ. നമ്മുടെ കാന്താരി ഇവിടെ ഇരിപ്പുണ്ട്. കാന്താരിക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെയാണ്. അവൾക്ക് ചെറിയ പനിയും ജലദോഷമാണ് കേട്ടോ. ജലദോഷമുണ്ട്, എല്ലാവർക്കും ചെറിയൊരു ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. മരുന്നൊക്കെ കുടിച്ചിട്ട് അവളിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പൊ അവളെ ഞങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങളുടെ റീവൂട്ടൻ അവിടെ ഉണ്ട്. റീവൂട്ടൻ ഞങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യാതെ ഞങ്ങൾക്ക് സഹകരിച്ച് ഞങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. റീവൂട്ടൻ പിന്നെ അങ്ങനെ വഴക്കും പോകണമെന്നില്ല കേട്ടോ. അപ്പൊ രണ്ടുപേരും എന്തൊരു ട്വിന്നിങ് ആണെന്ന് എനിക്ക് ഇന്ന് നിമിഷം മേടിച്ചോണ്ട് വന്ന കേട്ടോ. ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണോ? സത്യം ഇത് കൂടുതലും നിമിഷമായിട്ട് ഇത് കാണിച്ചു തന്നെ. നിമിഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തൊട്ട് എന്നെ എടുത്താലും മമ്മിക്ക് എടുക്കും, എനിക്ക് എടുക്കുന്ന പോലെ മമ്മിക്ക് വേണം, അങ്ങനെയൊക്കെ കൂടുതലും ചിന്ത നിമിഷയ്ക്കായിരുന്നു കേട്ടോ. അതെ, കാന്താരി ചാർന്ന അമ്മ അവിടുന്ന് 6 ഡ്രസ് ഒരുപോലെ തയ്ച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇടാനുള്ള അവസരമില്ല, ഈ തണുപ്പ് കാരണം ഇടാൻ പറ്റുന്നില്ല. നിർമ്മോളാണെങ്കിൽ എത്ര ദിവസം കൂടിയാണെന്ന് അറിയാം ഇന്നൊരു ചെറിയ ഡ്രസ് ഇടുന്നത്. ഇന്ന് ഇച്ചിരി തണുപ്പ് കുറവുണ്ടാവും, ഇന്ന് ചെറിയ ചൂടുണ്ട്. ഫ്രീ ആയിട്ട് ഡ്രസ്സൊക്കെ ലഭിച്ചോട്ടെ ഞങ്ങളുടെ പാവത്തിന്. അതിനാലും പനിയൊക്കെ കഴിഞ്ഞാൽ മിടിക്കായിട്ട് അവൾ ഉടനെ വരട്ടെ അല്ലേ. അപ്പം നമ്മളിത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. ഞങ്ങള് നിമിഷയുടെ ഒരു പാട്ടോട് കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ നിമിഷ? 2, 3 ഒന്നു വിളിച്ചാലോടിന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനിന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചെന്മീളി തുറയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും,
ഒന്നു കരഞ്ഞാലോ മരിക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. താങ്ക് യു മീറ, സൂപ്പർ. പാടട്ടെ നിമിഷേ. കന്യകമേ കാവൽമാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, 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 ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അപ്പൊ ഇനി നിങ്ങള് വീട്ടില് ഇന്ന് കുരിശ് വരയ്ക്കാത്തവരൊന്നും കുരിശ് വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു കുരിശ് വരയ്ക്കുള്ള പാട്ടായി കേട്ടോ അല്ലേ? എന്തായിരുന്നു ഇവിടെ ഒരു കച്ചേരി മീരക്കൂട്ടൻ ഇരിക്കുകയാണല്ലോ. അടിപൊളിയായിട്ട് പാടുക കേട്ടോ. സൂപ്പർ പാടാണ് നിമിഷ. ഇതൊക്കെയല്ലേ നമ്മുടെ രസം അല്ലേ? നിർമ്മൽ നന്നായിട്ട് പാടും. എന്താണെങ്കിലും ഇത് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നാ ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എന്താണെങ്കിലും ഇത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അമ്മ. നാളെ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നിമിഷ അമ്മ മെറക്കുട്ട കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാണ് യൂട്യൂബിലിരുന്ന് കണ്ടു പോയി കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങളും പക്ഷികളല്ലാതെ അവിടെ എന്നാ കാണാന്. ബീച്ചിലാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയിരുന്ന് തിരകളെണ്ണോ അതിന്റെ ഒച്ച കേൾക്കോ എന്തൊക്കെ എന്നെ ഒരു വീട് പോലെ എടുത്തിട്ടില്ല. എന്റെ കാര്യത്തിലൊരു തീരുമാനം എല്ലാവർക്കും ഓക്കെ ബൈ ബൈ.